ഇന്റൻഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു പ്യുവർ ആയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇതും ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. വെച്ചാൽ ചാത്തനെ നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾക്കത് എടുക്കാം എന്നുള്ളത്. അതായത് നല്ല രീതിയിലും ചാത്തനെ നമുക്ക് കാര്യസാധ്യത്തിന് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ദോഷം വരണേ എന്നുള്ള രീതിയിലും എടുക്കാം. കാരണം ചാത്തൻ നമ്മൾ ഭക്തര് പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുന്ന പറഞ്ഞത്. ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത്. അതിപ്പോ ചാത്തന്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് ഏതൊരു ശക്തിയെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ കറണ്ട് നമുക്ക് ലൈറ്റായ എനർജി ആയിട്ട് യൂസ് ചെയ്യാം, ഷോക്കും കിട്ടും. അത് നിറയെ സമയം ഷോക്ക് അടിപ്പിച്ച ഒരാളെ കൊല്ലാനും പറ്റും. അതുപോലെയാണ് ലോകത്തുള്ള ഏത് എനർജിയും. ഇപ്പൊ നമുക്ക് നോക്കൂ, ഭഗവതിയുടെ പലതരത്തിലുള്ള രൂപഭേദങ്ങളുണ്ട്. ഇപ്പം ചാമുണ്ഡ, അല്ലെങ്കിൽ ഭദ്രകാളി, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള വാരാഹി, സപ്തമാതൃക്കളിൽ പെടുന്ന മറ്റു രൂപങ്ങൾ, ഇതിനെ പലതിനെയും മന്ത്രവാദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വേട്ടയ്ക്കൊരു മകന്റെ മന്ത്രവാദ സ്വരൂപങ്ങളായിട്ടുള്ള ധ്യാനങ്ങളുണ്ട്. ഇവൻ ഞാൻ വായിച്ചിട്ടുള്ളതും ശരത്തേനൊക്കെ പറഞ്ഞ കൃഷ്ണന് പോലും നമുക്ക് മന്ത്രവാദ സ്വരൂപത്തിലുള്ള ധ്യാനങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഏതൊരു എനർജിയെയും ഉപാസിക്കുന്ന ഉപാസകൻ അവന്റെ ആരാധനാമൂർത്തിയെ കൊണ്ട് വിടുപണി ചെയ്യിപ്പിക്കുക എന്ന് പറയും. നമുക്കിഷ്ടമുള്ളത് ചെയ്യിപ്പിക്കുക. അതിന്റെ കർമ്മം ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, റിയാക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ ചെയ്യിക്കുന്നത് നമ്മുടെ ഉപാസനയുടെ ബലം കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട്, ഇത്ര നാൾ ഞാൻ നോക്കിയില്ലേ എന്ന കണക്ക് വെച്ച് ആ മൂർത്തിയെ കൊണ്ട് അതിനിഷ്ടമല്ലാത്തൊരു കാര്യമാണ് ചെയ്യിക്കുന്നത്. മേ ബി ആയിരിക്കാം. അതിന്റെ റിഫ്ലക്ഷൻ നമുക്കും ഏതെങ്കിലും ഒരു സമയത്ത് തിരിച്ചു വരും.